കേരളത്തിന്റെ സ്വപ്ന പദ്ധതിയായ കോഴിക്കോട് വയനാട് ഇരട്ട തുരങ്കപാതയുടെ യാഥാർത്ഥ്യമാവുന്നതിനുള്ള നിർണായക ചുവടുവയ്പ് പിന്നിട്ടിരിക്കുന്നു. പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. മലയോര മേഖലയുടെ മാത്രമല്ല, യാഥാർത്ഥ്യമായാൽ കേരളത്തിന്റെ പൊതുവികസനത്തിലാകെ വലിയ നാഴികക്കല്ലാകാൻ ശേഷിയുള്ള പദ്ധതിയാണിത്. വയനാട് തുരങ്കപാത വരുന്നതോടെ വർഷങ്ങളായുള്ള യാത്രാ ദുരിതത്തിന് മാത്രമല്ല പരിഹാരമാവുക, വിനോദസഞ്ചാര വാണിജ്യ രംഗങ്ങളിലെല്ലാം വൻ കുതിപ്പുണ്ടാക്കാൻ കേരളത്തിനാകും. വ്യാപാര തൊഴിൽ മേഖലകളിലും പദ്ധതി തുറന്നിടുന്ന സാധ്യതകൾ അനവധിയാണ്. വിശദമായി നോക്കാം. എന്താണ് തുരങ്കപാത, എന്താണ് അതിൻ്റെ വലുപ്പം, തുറന്നിടുന്ന സാധ്യതകൾ. RDX റാപ്പ് ആദ്യം. കേരളത്തിലെ വലുതും രാജ്യത്തെ മൂന്നാമത്തെ ദൈർഘ്യമേറിയതുമായ ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണത്തിനാണ് തുടക്കമായത്. എല്ലാ ആധുനിക സുരക്ഷാ സംവിധാനങ്ങളും കോഴിക്കോട് വയനാട് ഇരട്ട തുരങ്കപാത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ടണലിന്റെ ഓരോ 200 മീറ്ററിലും പരസ്പരം ബന്ധിപ്പിക്കുന്ന പാസേജുകൾ ഉറപ്പാക്കിയിട്ടുണ്ട്. ഓരോയിടത്തും അതിനൂതന സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നിരീക്ഷണ പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ സൗകര്യങ്ങൾക്കൊപ്പം ടൂറിസം വ്യാപാര മേഖലകൾക്കും കുതിപ്പാകും. വർഷങ്ങൾ നീണ്ട പഠനങ്ങൾക്കൊടുവിലാണ് അതിനൂതനമായ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. തുരങ്കപാതയ്ക്കുള്ളിൽ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കാൻ 24 മണിക്കൂർ കൺട്രോൾ റൂം ഉണ്ടാകും. ടണൽ വെന്റിലേഷൻ, അഗ്നിശമന സംവിധാനം, ടണൽ റേഡിയോ സിസ്റ്റം, ടെലിഫോൺ സിസ്റ്റം, ശബ്ദ സംവിധാനം, എസ്കേപ്പ് റൂട്ട് ലൈറ്റിംഗ്, ട്രാഫിക് ലൈറ്റ്, CCTV, എമർജൻസി കോൾ സിസ്റ്റം തുടങ്ങിയ സംവിധാനങ്ങളും തുരങ്കപാതയിലുണ്ടാകും. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ചുരം യാത്രാ ദുരിതത്തിന് അറുതിയാകും. തുരങ്കപാത കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലേക്കുള്ള യാത്രയും സുഗമമാകും. RDX റാപ്പ് ന്യൂസ് മലയാളം. ഡാറ്റാ ഷീറ്റ് പരിശോധിക്കാം. വയനാട്ടിലേക്ക് പുതിയ വഴി, പുതിയ ചരിത്രം. വയനാട്ടിലേക്ക് പുതുവഴി തുറക്കാൻ ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയാണ് വരുന്നത്. 8.73 കിലോമീറ്റർ തുരങ്കപാതയുടെ 8.1 കിലോമീറ്റർ ഇരട്ട ടണലായിരിക്കും എന്ന് നമ്മൾ ഇതിനകം തന്നെ അറിഞ്ഞു. ആനക്കാംപൊയിൽ നിന്ന് 22 കിലോമീറ്റർ കൊണ്ട് മേപ്പാടിയിൽ എത്താനാകും എന്നതാണ് അതിൻ്റെ സവിശേഷത. തുരങ്കപാതയ്ക്കായി വകയിരുത്തിയത് 2134 കോടി രൂപ പദ്ധതി ചെലവാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുള്ള പദ്ധതിയുടെ മേൽനോട്ടം പൊതുമരാമത്ത് വകുപ്പിനാണ് എന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡാണ് നിർവഹണ ഏജൻസി എന്ന് നമുക്കറിയാം. ഇതിനകം തന്നെയും തുരങ്കപാത കടന്നുപോകുന്നത് പശ്ചിമഘട്ടത്തിലെ മലമ്പ്രദേശങ്ങളിലൂടെയാണ് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും അറിയാം. ഏത് കാലാവസ്ഥയിലും സുഗമമായി സഞ്ചരിക്കാനാകും. 4 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം. 4 വർഷം കൊണ്ട് യാഥാർത്ഥ്യമാകും. പാതയ്ക്കായി കോഴിക്കോട് വയനാട് ജില്ലകളിലായി ഏറ്റെടുക്കേണ്ടത് 33 ഹെക്ടറോളം ഭൂമിയാണ് എന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. വനഭൂമി നേരത്തെ കൈമാറി 90% സ്വകാര്യ ഭൂമിയും ഏറ്റെടുത്ത് കഴിഞ്ഞു എന്നതും നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. പാലവും അപ്രോച്ച് റോഡും ഒന്നാമത്തെ പാക്കേജാണ്. ടണൽ പാത നിർമ്മാണമാണ് രണ്ടാമത്തെ പാക്കേജിനകത്ത് വരിക. മേപ്പാടിയിൽ പ്രാരംഭ പ്രവൃത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നും നമ്മൾ ഇന്നലെ തന്നെ അറിഞ്ഞിട്ടുണ്ട്. ഇരുവഴിഞ്ഞിപ്പുഴയ്ക്ക് കുറുകെ താൽക്കാലിക പാലം നിർമ്മിച്ചാൽ ഉടൻ മറ്റേ ഭാഗത്ത് നിർമ്മാണം തുടങ്ങും എന്നാണ് നമ്മൾ അറിയുന്നത്. വയനാട്ടിൽ മേപ്പാടി കള്ളാടി ചൂരൽമല റോഡുമായാണ് തുരങ്കപാതയെ ബന്ധിപ്പിക്കുക എന്നും നമുക്കറിയാം. മറിപ്പുഴ, മുത്തപ്പൻപുഴ, ആനക്കാംപൊയിൽ റോഡുമായാണ് കോഴിക്കോട് ജില്ലയിൽ ബന്ധിപ്പിക്കുന്നത് എന്ന് കാണാം. തുരങ്കപാത ആരംഭിക്കുന്ന മറിപ്പുഴയിലേക്ക് മലയോര ഹൈവേയിൽ നിന്ന് 10 കിലോമീറ്റർ മാത്രമാണ് ദൂരം. ഇതാണ് അതിനകത്തുനിന്ന് ഒരു നാടിനെ ഒന്നാകെ സാക്ഷിയാക്കി ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചപ്പോൾ നാട്ടുകാർ അത് ആഘോഷമാക്കുകയായിരുന്നു. തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതോടെ യാത്രാ സൗകര്യങ്ങൾക്കൊപ്പം ടൂറിസം വ്യാപാര മേഖലകൾക്കും കുതിപ്പാകുമെന്ന് മുഖ്യമന്ത്രി ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു. ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ പദ്ധതിയാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി അവിടെ പറഞ്ഞു. ഒരിക്കലും നടക്കില്ല എന്ന് മഹാഭൂരിഭാഗം ജനങ്ങളും കരുതിയ പലതും നമ്മൾ ഇവിടെ നടപ്പാക്കി. ചുരുങ്ങിയത് 50 വർഷം കാത്തിരുന്നാൽ പോലും നടപ്പാകാത്ത പദ്ധതികൾ, അവയാണ് ഈ ഘട്ടത്തിൽ യാഥാർത്ഥ്യമാക്കാൻ ഇത്തരം ഇടപെടലുകളിലൂടെ നമുക്ക് കഴിഞ്ഞു. ഇതിൽ ജനങ്ങളാകെ മതിമറന്ന് സന്തോഷിക്കുകയാണ്. പിണറായിയെ പോലെ നിശ്ചയദാർഢ്യമുള്ള മുഖ്യമന്ത്രി ഇല്ലെങ്കിൽ പദ്ധതി യാഥാർത്ഥ്യമാകില്ലായിരുന്നു എന്ന് താമരശ്ശേരി ബിഷപ്പ് റെമിജിനിയോസ് ഇഞ്ചനാനിയേൽ അദ്ദേഹം അവിടെ പറഞ്ഞു. അപേക്ഷകൾ നൽകിയാലും അത് യാഥാർത്ഥ്യമാകണമെങ്കിൽ നേതൃത്വത്തിലുള്ളവർ അത് മനസ്സാകണം. ഈ പദ്ധതി നടപ്പിലാക്കാമെന്ന് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അന്ന് ഉറപ്പ് തന്നു. അദ്ദേഹത്തെ പോലെ നിശ്ചയദാർഢ്യമുള്ള ഒരു മുഖ്യമന്ത്രി നമുക്കില്ലെങ്കിൽ ഇത് യാഥാർത്ഥ്യമാകുകയില്ല. അതിൻ്റെ പിന്നിൽ അദ്ദേഹം ഉറച്ചു നിന്നതുകൊണ്ട് ഇന്നത് യാഥാർത്ഥ്യമാകി.
ഇതാണ് ഹർഷ. അതായത് ഞങ്ങൾ അവിടെയുള്ള ആളുകൾ വയനാട്ടിലേക്ക് ഇപ്പോൾ പോകുന്ന പോലെ അല്ലാതെ ഒരു തുരങ്കമൊക്കെ ഉണ്ടാക്കി പോകുമെന്ന് സ്വപ്നത്തിൽ പോലും, എന്ന് വെച്ചാൽ ഏറ്റവും വിചിത്രമായ സ്വപ്നങ്ങൾ കാണുന്ന വടക്കുള്ള ആളുകൾ പോലും വിചാരിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ റെമിജിയോസ് ഇഞ്ചനാനിയയിൽ ഈ സർക്കാരിനോട് എന്തെങ്കിലും ആഭിമുഖ്യമുള്ള ആളല്ല. മൂപ്പര് പോലും അത് പറയാൻ കാരണമായത് അത്രമേൽ അത്ഭുതകരമായൊരു കാര്യമാണ് ഈ നടക്കുന്നത് എന്നാണ്. പ്രഖ്യാപിച്ചപ്പോൾ പോലും ഞാനൊന്നും കരുതിയിട്ടില്ല നടക്കുമെന്ന്. തീർച്ചയായും ഇതെല്ലാം നടക്കുന്ന കാലത്ത് നമ്മൾ ഈ മാധ്യമപ്രവർത്തനം നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ സമാന്തര പാത എന്നുള്ളതാണ് ആദ്യഘട്ടത്തിലൊക്കെ ഉണ്ടായിരുന്ന ചർച്ച. 2000-ൻ്റെ തുടക്കത്തിലൊക്കെ എപ്പോഴും സമാന്തര പാതയെക്കുറിച്ചുള്ള ചർച്ചകൾ മാത്രമാണ് എല്ലാ കാലത്തും നടന്നുകൊണ്ടിരുന്നത്, മറ്റൊരു കാനന പാത. പക്ഷേ അത് നടക്കില്ല. അതിന് പകരം മറ്റൊരു സാധ്യത എന്നുള്ളത് ഈ തുരങ്കപാത എന്നതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. തുരങ്കപാത 2006 അത് കണ്ടെത്തുന്ന ഘട്ടം മുതൽ പിന്നീട് തുരങ്കപാത എന്ന് പ്രഖ്യാപിച്ച ആ നിമിഷം ഞാൻ തീരുമാനിച്ചത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല എന്ന്. സത്യമായിട്ട് ഞാൻ കരുതിയിട്ടില്ല ഇത് നടക്കും എന്ന്. പക്ഷേ അത് നടപ്പായി എന്നുള്ളത് ചെറിയ കാര്യമല്ല, അത് നടപ്പാകുന്നു എന്നുള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. അതായത് എല്ലാവരുടെയും ഒരു ആശങ്ക, ഇപ്പോൾ വയനാട്ടിൽ ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായ സാഹചര്യത്തിൽ ഇത് ഏതെങ്കിലും തരത്തിൽ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുമോ എന്നുള്ളതായിരിക്കാം സ്വാഭാവികമായും പല ആളുകളും ഇപ്പോഴും ആശങ്ക വെച്ച് പുലർത്തുന്നത്. പക്ഷേ അവിടെ ഇപ്പോൾ ഹിമാലയത്തിൽ അടൽ ടണൽ നിർമ്മിച്ചു. അടൽ ടണൽ എന്ന് പറയുന്നത് ഏറ്റവും ദുർബലമായ ഇന്ത്യയിലെ എന്താണ് പാറക്കെട്ട് ഉള്ള പ്രദേശങ്ങളിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതങ്ങനെയല്ല. ഏറ്റവും ഉറപ്പുള്ള പശ്ചിമഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പഴക്കം ചെന്നതാണ്, ഉറപ്പുള്ള പാറയാണ്, ചാർക്കോണൈറ്റാണ്. ആ തുരങ്കം നിർമ്മിക്കുന്നത് ഏറ്റവും സുരക്ഷിതമാണ്. ആ നിലയ്ക്ക് ഇന്ത്യയിലെ തന്നെ ഒരുപക്ഷെ ഏറ്റവും സുരക്ഷിതമായ തുരങ്കപാതയായി തന്നെ ഈ ടണൽ മാറും എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ പലരുടെയും പ്രതികരണം ഈ ഘട്ടത്തിൽ പോലും 2 വട്ടം ആലോചിക്കണം, 3 വട്ടം ആലോചിക്കണം, 4 വട്ടം ആലോചിക്കണം എന്നൊക്കെ പ്രത്യേകിച്ച് ഒരു ആലോചനയും ഇല്ലാതെ പറയുമ്പോൾ നമ്മൾ ഈ ഉരുൾപൊട്ടൽ എന്നുള്ളതും ഇതും തമ്മിൽ ചേർത്ത് വയ്ക്കരുത് എന്നുള്ളതാണ്. അത് മറ്റൊന്നാണ്. അത് ഈ ഭൂമിയുടെ പ്രതലത്തിലുള്ള മറ്റൊരു കാര്യം സംഭവിക്കുന്നതാണ്. ഇത് അങ്ങനെയല്ല എന്നുള്ളതൊക്കെ ഒന്ന് ആലോചിക്കണം. മാത്രമല്ല ഇത് വൈകാരികമായൊരു പ്രശ്നമാണ്, ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യമാണ്. ആ ആവശ്യം നടപ്പാവുക തന്നെ വേണം. ഇത് ഉറപ്പായിട്ടും നടക്കും എന്നാണ് എൻ്റെ ഉറപ്പായിട്ടും നമുക്കത് അങ്ങനെ മനസ്സിൽ വെക്കാം. അസാധ്യമെന്ന് പലരും ഖണ്ഡിതമായി പറഞ്ഞ പല വൻ പദ്ധതികളും പിണറായി സർക്കാർ യാഥാർത്ഥ്യമാക്കിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഗെയിൽ പൈപ്പ് ലൈൻ, ദേശീയപാത നിർമ്മാണം, വിഴിഞ്ഞം തുറമുഖം, ഇങ്ങനെ നീളുന്നു 1-2 പിണറായി സർക്കാരിൻ്റെ കാലത്ത് യാഥാർത്ഥ്യമായ വൻകിട വികസന പദ്ധതികളെന്ന് അവർ അവകാശപ്പെടുന്നത്. ഭീമാകാരമായ കടും പാറകൾ തുരന്ന് നടുവിലൂടെ നിർമ്മിക്കുന്ന തുരങ്കപാത, അതും 4 വരി പാത, അത് ചെറിയൊരു പ്രൊജക്റ്റല്ല. വലുപ്പം ആലോചിക്കുമ്പോൾ ഈ തുരങ്കപാതയും നമ്മുടെ സാഹചര്യത്തിൽ ഒട്ടൊക്കെ അസാധ്യം എന്ന് തോന്നിയേക്കാം ചിലർക്കെങ്കിലും. പക്ഷേ അത്രയേറെ കഠിനമായ വികസന പദ്ധതികൾ സാധ്യമായിട്ടുണ്ട് കേരളത്തിൽ എന്നതുകൊണ്ടാണ് RDXന് ഈ പ്രഖ്യാപനത്തിലും വിശ്വാസം ഇപ്പോൾ തോന്നുന്നത്. വയനാട്ടുകാരുടെ യാത്രാ ദുരിതത്തിന് കേരള സംസ്ഥാന രൂപീകരണത്തെക്കാളും പഴക്കമുണ്ട്. 4 വർഷം നീളുന്ന നിർമ്മാണം കഴിയുമ്പോൾ യാത്രാ ദുരിതം മാത്രമല്ല പരിഹരിക്കപ്പെടുക, വിനോദസഞ്ചാര വാണിജ്യ മേഖലകളിലേക്കെല്ലാം പുതുവഴികൾ തുറക്കും. അതിവേഗം പണിതീർന്ന് തുരങ്കപാത പൂർത്തിയാവുന്നതിനായി നമുക്ക് കാത്തിരിക്കാം. ഇന്നത്തെ RDX പൂർണ്ണമാവുകയാണ്. ഗുഡ് നൈറ്റ്.